ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സെയിൻ വേർഡ്സ്. ഭാഗം 4. ഹൃദയമാകുന്ന പൂന്തോട്ടം. ഇന്നൊരു അവധി ദിവസമാണ്. ജിൻഡോയും മരിയയും വീടിന് മുന്നിലായി പൂന്തോട്ടം നിർമ്മിക്കാനുള്ള തിരക്കിലാണ്. ജോവാനും ജിയന്നയും പപ്പയും മമ്മിയെ സഹായിക്കാൻ ഒപ്പമുണ്ട്. അവർ ചെടികൾക്കിടയിലെ കളകൾ പറിച്ചു കളയുകയാണ്. ജോവാനും ജിയന്നയും ഇടയ്ക്കിടയ്ക്ക് ഓരോ സംശയങ്ങൾ പപ്പയോടും മമ്മിയോടും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ജോവാൻ ചോദിച്ചു, "പപ്പാ, ഈശോ എങ്ങനെയാ നമ്മളോട് സംസാരിക്കുന്നേ?" ജിൻഡോ മറുപടി പറഞ്ഞു, "വിശുദ്ധ കുർബാനയിലെ വായനകളിലൂടെയും വൈദികരുടെ പ്രസംഗങ്ങളിലൂടെയും എല്ലാം ഈശോ നമ്മളോട് സംസാരിക്കുമല്ലോ." മരിയ കൂട്ടിച്ചേർത്തു, "അത് മാത്രമല്ല, ഈശോയുടെ മുന്നിലായി നിശബ്ദമായി ഒരു കൂട്ടുകാരനോടെന്ന പോലെ സംസാരിച്ചാലും ഈശോ നമ്മളോട് സംസാരിക്കുന്നത് കാണാം." ജിയന്ന ഉടനെ അടുത്ത ചോദ്യം ചോദിച്ചു, "അപ്പോൾ നമ്മൾ ഈശോയുടെ അടുത്ത് പോയിരുന്നാൽ ഈശോ സംസാരിക്കുമല്ലേ?" ജിൻഡോ പറഞ്ഞു, "നമ്മൾ എന്തിനാ ഈ പൂന്തോട്ടത്തിലെ കള പറിച്ചു കളയുന്നത്?" ജോവാൻ മറുപടി പറഞ്ഞു, "അത് കൂടുതൽ മനോഹരമാകാൻ. അതുപോലെ നമ്മൾ നമ്മുടെ ഹൃദയവും വിശുദ്ധമാക്കിയാൽ മതി. ഈശോ ഉറപ്പായും നമ്മളോട് സംസാരിക്കും." ജോവാനും ജിയന്നയും വളരെ ഉത്സാഹത്തോടെ തങ്ങളുടെ ജോലി തുടർന്നു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ വാക്കുകൾ: "ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളിൽ ക്രൂശിതനായ ഈശോയുടെ നിശബ്ദ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ദൃഷ്ടികൾ ഉറപ്പിക്കും. ആ കരുണാർദ്ര ഹൃദയത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന സ്നേഹജ്വാലകൾ സഹനങ്ങളോട് യുദ്ധം ചെയ്യുവാനുള്ള ശക്തിയും ആത്മധൈര്യവും കൊണ്ട് എന്നെ നിറയ്ക്കും."